ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇന്ന് നമ്മൾ വായിൽ വെള്ളമൂറും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരമാട്ടോ ചെയ്യാനായിട്ട് പോണത്. നോമ്പാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും വെറും 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഐറ്റം കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരൊറ്റ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് വളരെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ല പഴുത്ത പഴമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്ത് നോക്കാം. കരുത്ത് പോയി പഴുപ്പേറിയെന്ന് പറഞ്ഞിട്ട് ആരും ഒഴിവാക്കണ്ട കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ദാ ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ല രീതിയിൽ റോൾ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പഴം ഞാനിതാ അവിടെ ഏകദേശം ഒരു 5 കേട്ടോ, 5 ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരൊറ്റ പഴം തന്നെ മതിയാവും. ഒരു 3 പേർക്കൊക്കെ കഴിക്കാം കേട്ടോ. വയറ് നിറച്ചിന് കഴിക്കാണ്ടാവും. ഓരോരുത്തർക്ക് 2 പീസ് എടുക്കാം. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. അതിലോട്ട് നെയ്യ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റി എന്ന് പറയുന്നത് നെയ്യിലുണ്ടാക്കുമ്പോഴാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. നന്നായിട്ട് ചൂടായ നെയ്യിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ്. പഴം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നും നാളെയൊക്കെ ആയിട്ട് നോമ്പൊക്കെ ആണല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇതാ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. വളരെ നേർത്തായതുകൊണ്ട് ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആരും ടെൻഷൻ ആവണ്ട. നമുക്കിത് ചെറിയൊരു ഫില്ലിങ്സോട് കൂടി റെഡിയാക്കാനുള്ളതാണ്. ഇനി ആ ചൂടായ പാനിലോട്ട് തന്നെ നമ്മളിതാ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. രണ്ടും നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ. ആ ഒരു തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറി കിട്ടണം. ഒപ്പം തന്നെ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞും കിട്ടണം. അപ്പോൾ ഞാനിതാ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നെയ്യോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര മതി. ഈ ഒരു ചട്ടിയിലുള്ള ആ ഒരു നെയ്യ് മാത്രം മതിയാവും. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പഞ്ചസാരയുടെ പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും എടുക്കാം. പിന്നെ നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. മക്കളൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി മധുരമൊക്കെ വേണ്ട. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ചായ തിളക്കുന്നൊരു സമയം മാത്രം മതിയാവും നമുക്ക് ഈ ഒരു സൂപ്പർ ചായക്കടി റെഡിയാക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഈ ഒരു സമയം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങയും ഇതൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കളർ ചേഞ്ചായി പോവും. ഇനി ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദാമാവാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒപ്പം നമുക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കയുടെയും പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒപ്പം തന്നെ 1/2 കപ്പോളം പാലാണ് കേട്ടോ. ഒരു ഇളം ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി തണുപ്പുള്ളതാണെങ്കിൽ ഒന്ന് തണുപ്പൊക്കെ വിടിയിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പാലിൻ്റെ കൂടെ 1 മുട്ട. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുത്തോളൂ. വിസ്കുള്ളവർക്ക് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. മൈദയൊക്കെ അല്ലേ, എവിടെയെങ്കിലൊക്കെ ചെറിയ കട്ട അങ്ങനെ കുത്തി നിൽക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി. ഒരൊറ്റ തവണ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നേന്ത്രപ്പഴം കാണുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല രുചിയാണ്. പിന്നെ നല്ല മഴയൊക്കെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റം കിട്ടിയാൽ ആർക്കും കാറല്ല ഇഷ്ടമല്ലാത്ത. ഇന്നിവിടെ മഴയില്ല കേട്ടോ, ഇന്നിവിടെ നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും മൈദയും അതുപോലെ തന്നെ മുട്ടയും പാലൊക്കെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ച നോൺ സ്റ്റിക്ക് പാനിലോട്ട്
വേണമെന്നുള്ളവർക്ക് നെയ്യൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തടവിയിട്ടുണ്ട് കേട്ടോ നെയ്യ്. അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് മൈദാമാവൊന്നും എടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഒരൊറ്റ പഴത്തേക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ മൈദാമാവ് കറക്റ്റാണ് അതിൻ്റെ അളവ്. ഇനി ഈ ഒരു ചട്ടി ഒന്ന് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് എത്തിക്കിട്ടണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പറ്റി പിടിച്ചോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടെ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ട് കിട്ടും. തീ വളരെ കുറച്ച് വെക്കട്ടോ. തീ ഒട്ടും കൂട്ടല്ലേ, കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മളിനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴം മൊരിച്ചെടുത്ത പഴം, ആ ഒരു പഴം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരിക്ക് വെച്ച് കൊടുക്കട്ടോ. നല്ല അങ്ങോട്ട് പരത്തി വെച്ച് കൊടുത്തോളൂ. ഒരൊറ്റ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുമല്ലോ അല്ലേ. ഒരൊറ്റ പഴം വെച്ചിട്ട് നല്ല ഫില്ലിങ്സോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പഴം നല്ലോണം നേർത്ത് തന്നെ കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ നമുക്കിത് റോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പഴം 5 പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തോളൂ. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ആ ഒരു തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും നട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടോ. നമ്മളിതൊരു സിമ്പിളായിട്ട് കാണിക്കുകയാണ്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയമൊക്കെ തീ വളരെ കുറച്ചാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, ഷെയ്ഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട്. ആ ഒരു സൈഡിലോട്ട് പറ്റങ്ങോട്ട് ആക്കണ്ട കേട്ടോ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വരാനുള്ളതാണ്. ഇതാ അത്യാവശ്യത്തിന് മധുരമേ ഉള്ളൂ. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ, ഇങ്ങനെ കഴിച്ചാൽ മതിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി സമയമൊന്നും വേസ്റ്റ് ചെയ്യാനല്ല. ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മടക്കി എടുത്തോളൂ കേട്ടോ. സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സൈഡ് അങ്ങോട്ട് മാറിപ്പോയി കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലോ ഇതാ ഇതുപോലെ ചെറു ചൂടോട് കൂടിയിട്ട് കൈ പൊള്ളാതെ നോക്കണേ. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ മടക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ ഞാൻ വളരെ നേരത്തെ കട്ട് ചെയ്തുകൊണ്ടാണ്, പഴം കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാനായിട്ട് പറ്റിയത്. കട്ടിയിലാണ് നിങ്ങൾ പഴം കട്ട് ചെയ്തതെങ്കിൽ നമ്മളിത് ഈ റോൾ ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. കണ്ടല്ലോ, സിമ്പിളല്ലേ. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ടൊക്കെ അതിൻ്റെ ഉൾവശം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വേവ് കിട്ടും. അപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ആ ലാസ്റ്റ് പോയിൻ്റും കൂടി ഇതാ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ തൊടുമ്പോൾ. നമ്മൾ ആ ഒരു മൈദയും അതുപോലെ തന്നെ മുട്ട പാലൊക്കെ അല്ലേ, ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല, എല്ലാം കുറേശ്ശെ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ റെസിപ്പി നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാനും പറ്റും കേട്ടോ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ അപ്പം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ടൊന്നും ടെൻഷൻ ആവണ്ട. ഇതുപോലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കിയാൽ ഏത് മക്കളെ കഴിക്കാത്തല്ലേ, വയറ് നിറച്ച് കഴിച്ചോളും. സ്നാക്സ് ആയിട്ട് അവർക്ക് കൊടുത്തു വിടാം. ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. എല്ലാത്തിനും ഇത് ഒരെണ്ണം മതിയാകും കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പൊട്ടൊന്നുമില്ല, അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. സംഭവം നല്ല സോഫ്റ്റാണ് എന്ന് ചെയ്തിട്ട് അങ്ങ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല കേട്ടോ. കണ്ടല്ലോ, ഞാൻ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ റോൾ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പീസ് ഇങ്ങനെ കൊടുത്താൽ മതി. കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള കത്തി നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഈസിയാണ്, നല്ല സ്മൂത്താണ് കേട്ടോ സംഭവം. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ നോക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയൊക്കെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു 2:30 ഉള്ളിലൊക്കെ വരാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെറിയ തിരക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരികയാണ്.
എന്തായാലും ഞാൻ നല്ല നല്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ റോൾ ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. ആ ഒരു തേങ്ങയുടെയും നട്ട്സിൻ്റെയൊക്കെ ആ മിക്സാണ് കേട്ടോ. നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെയൊന്നും കാത്തുക്കൂല, നമ്മൾ ഒരൊറ്റ പീസ് കിട്ടിയാൽ ഫുള്ള് നമ്മൾ തന്നെ കഴിക്കും. അത്ര രുചിയാണ്. സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ടും, വലിയൊരു ചിലവ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പോണതിൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.